ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നമുക്ക് 10-ാം വാക്യം 11-ാം വാക്യം നമുക്ക് വായിക്കാം. കർത്തൃദിവസത്തിൽ ഞാൻ ആത്മവിവശനായി നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയഥൈര, സർദീസ്, ഫിലദൽഫിയ, ലവദോക്യ എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. ദൈവത്തിന് സ്തോത്രം. മഹാനാദം കേട്ടു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനും ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാനും ഇടയാകണമെങ്കിൽ ആത്മാവിൻ്റെ വിവശത കൂടിയേ കഴിയൂ, ആത്മനിറവ് കൂടിയേ കഴിയൂ. വിവശത എന്ന് പറഞ്ഞാൽ ബലഹീനത എന്നല്ല, ആത്മാവിൻ്റെ അത്ഭുതകരമായ നിറവിൻ്റെ അനുഭവം, ആത്മാവിൻ്റെ കരുത്തിൻ്റെ അനുഭവം, ആത്മാവിൻ്റെ ശക്തിയുടെ അനുഭവം. ആത്മാവിൻ്റെ ശക്തിയുടെ അനുഭവം കൂടാതെ നമുക്ക് വചനം മനസ്സിലാവുകയില്ല. വചനം വായിച്ചു പോകും. ഈ വേദപുസ്തകം വായിക്കാറുണ്ട്. പക്ഷേ എന്താണ് ഈ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെന്ന് ഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. വാക്യങ്ങൾ വായിച്ചു പോകാം. ഭാഷ അറിയാമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വാക്യങ്ങൾ തെറ്റുകൂടാതെ വായിച്ചു പോകാൻ പറ്റും. പക്ഷെ അതുകൊണ്ടായില്ല. അതിൻ്റെ ലിറ്ററൽ മീനിങ് അല്ല, അഥവാ അതിൻ്റെ അക്ഷരീയമായ അർത്ഥമല്ല. അതിനപ്പുറത്ത് ആത്മാവിൻ്റെ ഒരു ആശയപ്രപഞ്ചമുണ്ട്. ആത്മാവിൻ്റെ ഒരു ആശയപ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ആശയത്തിൻ്റെ ബൃഹത്തായ അതിമഹത്തായ ചില അനുഭവങ്ങൾ നമുക്ക് ലഭിക്കും. അത് ലഭിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. വചനം ലഭിക്കണമെങ്കിൽ, വചനം അർത്ഥം ഗ്രഹിക്കണമെങ്കിൽ. വേറെ വിധത്തിൽ പറഞ്ഞാൽ ആത്മക്കണ്ണ് തുറന്ന് കിട്ടുമ്പോഴാണ് നമുക്ക് വചനം മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ വചനം പറയാം, വചനത്തിൻ്റെ വേണമെങ്കിൽ അതിൻ്റെ വിശദീകരണങ്ങൾ പറയാം, വിവരണങ്ങൾ പറയാം, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം പറയാം, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പറയാം, ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങൾ പറയാം, എല്ലാം പറയാം. അറിവ് പറയാം, അറിവ് ഗ്രഹിക്കും. പക്ഷേ അതിനപ്പുറത്ത്, അറിവിൻ്റെ അപ്പുറത്തുള്ള ഒരാത്മപ്രകാശമുണ്ട്. അത് നമുക്ക് ലഭിക്കണം. ആത്മാവിൻ്റെ പ്രകാശം. അത് അറിവല്ല, അത് ജ്ഞാനമല്ല, അത് ബുദ്ധിയുടെ ഏതെങ്കിലും വ്യായാമവുമല്ല. മറിച്ച് നമുക്ക് ആത്മാവിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ ഉതകുന്ന ആത്മീയമായ ഒരനുഭവ വിശേഷമാണത്. കണ്ണ് തുറന്ന് കിട്ടുക. നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടതാണ്. കണ്ണ് തുറന്ന് കിട്ടണം, ആത്മകണ്ണ് തുറന്ന് കിട്ടണം, അകത്തെ കണ്ണ് തുറന്ന് കിട്ടണം. കർത്താവ്, എനിക്ക് കണ്ണ് കാഴ്ചയുണ്ട്, പക്ഷേ അത് പോരാ, എൻ്റെ അകത്തെ കണ്ണ് തുറന്ന് കിട്ടണം. അകത്തെ കണ്ണ്. നമ്മുടെ ശരീരത്തിന് 2 കണ്ണുണ്ട്, ശരി. അതിനപ്പുറത്ത് നമുക്ക് മനസ്സിന് കണ്ണുകളുണ്ട്. മനസ്സിന് ബുദ്ധിയുടെ പ്രകാശനം. അതുമല്ല, അതിനപ്പുറത്ത് ആത്മീയമായ ഒരു വീക്ഷണമുണ്ട്. ശരീരത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാം കാഴ്ച, മനസ്സിൻ്റെ തെളിമ കൊണ്ട് കാണാം ബുദ്ധി. അതുമല്ല, അതിനപ്പുറത്ത് ആത്മാവിൻ്റെ ഒരു കണ്ണ് കാഴ്ച, ആത്മാവിൻ്റെ വെളിവ്, ആത്മാവിൻ്റെ പ്രകാശം. അതൊരു അത്ഭുതകരമായ അനുഭവമാണ്. സത്യവചനം അപ്പോൾ നമുക്ക് എളുപ്പം നമ്മുടെ ഉള്ളത്തിലേക്ക് അങ്ങ് അലിഞ്ഞു ചേരും. നാം ചില കാര്യങ്ങൾ വാക്യങ്ങൾ കാണാതെ പഠിച്ചുതിരിക്കും. അതുകൊണ്ടായില്ല. വാക്യങ്ങൾ നമുക്ക് കാണാതെ അറിയാം. ചില വാക്യങ്ങൾക്ക് നമുക്കറിയാം, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ദൈവം സ്നേഹം തന്നെ. എത്രയോ വാക്യങ്ങൾ നമുക്കറിയാം. പക്ഷേ അതൊരു ബൗദ്ധികമായ ബുദ്ധിപരമായ ഒരറിവാണ്. അത് മനസ്സിൻ്റെ അറിവാണ്, പോരാ. അതിനപ്പുറത്ത് ആത്മാവിൻ്റെ അനുഭൂതി എന്ന് പറയും, ആത്മാവിൻ്റെ അനുഭവം, ആത്മീയമായ കണ്ണു കാഴ്ച. ദൈവത്തിന് സ്തോത്രം. നാം ഈ ആത്മീയമായ ആ കണ്ണുകാഴ്ച കിട്ടുന്നതാണ് വാസ്തവത്തിൽ സാക്ഷാത്തായ വെളിവ്. ആത്മാവിൻ്റെ വിവശത, ആത്മാവിൻ്റെ കണ്ണുകാഴ്ച, ആത്മാവിൻ്റെ പ്രകാശം. ഈ പ്രകാശത്തിന് അതിനതിരില്ല. ഞാൻ പറഞ്ഞു തരാം. ഒരു ഗ്ലാസ്സിൽ നിറയെ വെള്ളമുണ്ട്. ഗ്ലാസ്സിലൊരു നിറവാണത്. എന്നാൽ ഒരു ബക്കറ്റ് ആണെങ്കിൽ ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട്, അതും ഒരു നിറവാണ്. അല്ല, വലിയൊരു ടാങ്കുണ്ട്, ടാങ്കിൽ നിറവ്, അതും നിറവാണ്. അല്ല, ഒരു തടാകത്തിൽ വെള്ളം നിറയുണ്ട്, അതും നിറവാണ്. അല്ല, വലിയൊരു സമുദ്രത്തിൽ വെള്ളമുണ്ട്, നിറയെ വെള്ളമുണ്ട്, അതും നിറവാണ്. മഹാസമുദ്രത്തിൽ നോക്കിയാൽ നോക്കെത്താത്ത മഹാസമുദ്രത്തിൽ നിറവുണ്ട്, വെള്ളമുണ്ട്, അതും നിറവാണ്. നിറവിന് അതിരില്ല, നിറവിന് അതിർത്തിയില്ല.
പാത്രം എത്ര വലുതാകുന്നുവോ അത്രത്തോളം നിറവും കൂടിക്കൂടി വരും. പാത്രം വലുതായിരിക്കണം. പാത്രം ഈ ആത്മീയമായ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തക്കവണ്ണം വലുതായിരിക്കണം. അത് വലുതാക്കി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഈ പാത്രത്തെ വലുതാക്കി തരുന്നതും പരിശുദ്ധാത്മാവാണ്. ഈ പാത്രത്തെ ശുദ്ധീകരിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ഹൃദയം അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ് അത് കഴുകി കിട്ടിയെങ്കിലേ അവിടെ വെളിച്ചം അകത്തേക്ക് കടന്നു വരികയുള്ളൂ, ആത്മാവിൻ്റെ പ്രകാശനം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിന് വിശുദ്ധി തരുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ഹൃദയത്തെ അഴുക്കുകളെല്ലാം മാറ്റി ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ഈ ഹൃദയത്തിൻ്റെ വിശാലതയിലേക്ക് നമ്മൾ വളർത്തിയെടുക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആഴത്തിൽ ആത്മീയമായ അനുഭവങ്ങളിലേക്ക് മാറ്റിയെടുക്കുന്ന പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ്, ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ബുദ്ധിക്കൊന്നും വിധേയപ്പെടുകയില്ല, പക്ഷേ നാം അനുഭവിക്കും. പരിശുദ്ധാത്മാവിനെ നാം അനുഭവിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക അനുഭവമാണ്. അത് പ്രത്യേക സന്തോഷകരമായ കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ അനുഭവിക്കുക. നാം ദൈവം തന്ന നന്മകളോർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവം തന്ന അനുഗ്രഹങ്ങളോർത്ത് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സന്തോഷം ഇങ്ങനെ നിറഞ്ഞു വരുന്നതൊക്കെ അനുഭവിക്കാം. നമുക്ക് നന്മകൾ ഓരോന്നോരോന്ന് നാം എണ്ണി സ്തുതിക്കുന്നു. ഓരോരോ നന്മകൾ എന്തെല്ലാം നന്മകൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു അവസരത്തിൽ പറഞ്ഞതുപോലെ, നമ്മുടെ കർത്താവേ, നീ എനിക്ക് കാഴ്ച ശക്തി തന്നതിനായി നിനക്ക് സ്തുതി. കർത്താവേ, നീ കേൾവി ശക്തി തന്നതിനായി നിനക്ക് സ്തുതി. എൻ്റെ കർത്താവേ, ഇന്ന് എനിക്ക് ഈ ഗ്രന്ഥം വായിക്കാനുള്ള ഭാഷ തന്നതിനായി നിനക്ക് സ്തുതി. ഭാഷയുടെ അറിവ് തന്നതിനായി നിനക്ക് സ്തുതി. എനിക്ക് ഇത്രത്തോളം വിദ്യാഭ്യാസം തന്നതിനായി നിനക്ക് സ്തുതി. എനിക്കൊരു കിടപ്പാടം തന്നതിനായി നിനക്ക് സ്തുതി. എപ്പോഴാണ് സ്തുതി വരുന്നത്? ഇതൊന്നും ഇല്ലാത്തവരെ കാണുമ്പോഴാണ് സ്തുതി വരൂ. കിടപ്പാടം ഇല്ലാത്തവരെ കാണുമ്പോൾ, അപ്പോഴാണ് എനിക്ക് കിടപ്പാടം ഉണ്ടെന്നുള്ളതിൽ ഒരു സ്തുതി വരുന്നത്. കണ്ണുകാഴ്ച ഇല്ലാത്തവരെ കാണുമ്പോൾ, അപ്പോഴാണ് എനിക്ക് കണ്ണുകാഴ്ച ഉണ്ടല്ലോ എന്നുള്ളതിന് സ്തുതി വരുന്നത്. കേൾവി ഇല്ലാത്തവരെ കാണുമ്പോഴാണ് എനിക്ക് കേൾവി ലഭിച്ചല്ലോ എന്നുള്ളതിൽ നമുക്ക് സന്തോഷം തോന്നുകയും നന്ദി വരികയും ചെയ്യുന്നത്. ഒരു ശരീരത്തിന്, ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഓരോ അവയവങ്ങളുടെയും അല്ല, ഓരോ കോശങ്ങളുടെയും സ്ഥിതിയും മറ്റും ആർക്കറിയാം? വൈദ്യശാസ്ത്രത്തിനറിയാമായിരിക്കും. വളരെ ഏറെ പഠിപ്പുള്ള ഡോക്ടർമാർക്ക് അറിയാമായിരിക്കും. നമുക്കൊക്കെ എന്തറിയാം? ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഇതൊന്നും അറിയണമെന്നില്ല, അറിഞ്ഞ് കഴിയുമെന്നില്ല. പക്ഷേ നമുക്കൊന്നും അറിയാൻ വയ്യെങ്കിലും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ ഹൃദയമുണ്ടെന്ന് നമുക്കറിയാം, രക്തധമനികളുണ്ടെന്ന് നമുക്കറിയാം, ശരീരത്തിൽ രക്തം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമുക്കറിയാം, ശുദ്ധരക്തമുണ്ട് അശുദ്ധരക്തമുണ്ടെന്ന് നമുക്കറിയാം. ഇതെല്ലാം സാമാന്യമായ അറിവുകൾ, ഇതൊക്കെ നമുക്കുണ്ട്. പക്ഷേ ഇതിനപ്പുറത്ത് നമുക്ക് ഈ ശരീരത്തെ മെനഞ്ഞുണ്ടാക്കിയ നിത്യനായ ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരാശക്തിയെക്കുറിച്ച് നാം അറിയുമ്പോഴാണ് നമുക്ക് നന്ദി വരുന്നത്. ഈ ശരീരത്തെ കരിപ്പിടിപ്പിച്ച നിത്യനായ ദൈവത്തിൻ്റെ പരമകരവിരുത് അതറിയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. എൻ്റെ ദൈവമേ, ഇത് നീ എത്ര അതിശയമായി സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് 8-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നത്, നീ എത്ര ഭയങ്കരവും അതിശയമായി നിന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. 130-ാം സങ്കീർത്തനം, നീ എന്നെ ഭയങ്കരവും അതിശയമായി നിന്നെ സൃഷ്ടിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞാൻ ഒരു മാംസപിണ്ഡമായി, ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നീ എന്നെ അറിഞ്ഞു. ഇതൊക്കെ നമുക്ക് മനസ്സിലാകുമോ? നമ്മുടെ ബുദ്ധിയിലൊന്നും ഒതുങ്ങുന്നില്ല, പക്ഷെ മനസ്സിലാകും ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് കിട്ടുമ്പോൾ. ആത്മാവിൻ്റെ അനുഭവം അത് നമ്മുടെ ലക്ഷ്യമായിരിക്കണം. ആത്മീയമായ ഒരു അനുഭവം എനിക്ക് വേണം. എനിക്ക് ആത്മക്കണ്ണ് തുറന്ന് കിട്ടണം. എനിക്ക് ഇന്ന് ഈ കാണുന്ന പ്രതലത്തിലുള്ളതായ കാഴ്ചവസ്തുക്കളല്ല, അതിനപ്പുറത്തുള്ള ആത്മീയമായ ചില അനുഭൂതികൾ എനിക്ക് കൈവശമായി കിട്ടണം, അതെനിക്ക് കരഗതമായി കിട്ടണം. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ദുരിതത്തിൻ്റെ മധ്യത്തിലാണ്. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടക്കുന്നത് കടുത്ത ദുരിതമാണ്, യാതനയാണ്, ആകെ അസ്വസ്ഥമായ അന്തരീക്ഷമാണ്. എന്നാൽ അപ്പോൾ ആത്മാവിൻ്റെ വിവശത ലഭിച്ചു. അതൊരു ദാനമാണ്. പരിശുദ്ധാത്മാവിൻ്റെ വിവശത എന്ന് പറയുന്ന ഒരു ദാനമാണ്. ദൈവം തരുന്ന ഒരു ദാനമാണ്. ഇറ്റ്സ് എ ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഫ്രീ ഗിഫ്റ്റാണ്, സൗജന്യ ദാനമാണ്. അത് ഞാൻ പറയും, ഇച്ഛിക്കുന്നതിനാലല്ല, ഓടുന്നതിനാലുമല്ല, കരുണ തോന്നുന്ന ദൈവതലത്തിലെ സകലവും സാധിക്കുന്നത്. ഇച്ഛിക്കാം, ഓടാം, ആഗ്രഹിക്കാം, പ്രയത്നിക്കാം, പക്ഷേ അതുകൊണ്ട് കിട്ടണമെന്നില്ല. ഇച്ഛിക്കുന്നതിനാലുമല്ല, ഓടുന്നതിനാലുമല്ല, കരുണ തോന്നുന്ന ദൈവതലത്തിലെ സകലവും സാധിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നോ? എത്ര ആഗ്രഹിച്ചാലും കിട്ടണമെന്നില്ല, എത്ര യത്നിച്ചാലും കിട്ടണമെന്നില്ല. കാരണം
ഈ ആഗ്രഹം എന്ന് പറയുന്നത് ഞാൻ കാണുന്ന ഈ ആഗ്രഹമല്ല, ദൈവം കാണണം. എനിക്കുള്ള ദാഹം എനിക്ക് തോന്നുന്ന ദാഹമല്ല, ദൈവം കാണുന്ന ദാഹം. അപ്പോൾ കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിലുള്ളതായ ആ ദാഹത്തിൻ്റെ പാരമ്യം ദൈവസന്നിധിയിൽ ചെന്നെത്തുമ്പോൾ നമ്മുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പകരും. കറുത്ത ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ആത്മാവിൻ്റെ വിവശത വന്ന ചില ആളുകളെ കൊണ്ട് നാം ചിന്തിച്ച് തുടങ്ങുകയായിരുന്നു. ഒന്ന്, ഇബ്താഹ്. ആത്മാവ് ശക്തിയോടെ വന്നു ഇബ്താഹിൻ്റെ മേൽ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാം കാണുന്നൊരു കഥാപാത്രമാണ് ഇബ്താഹ്. ഇബ്താഹിൻ്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നു. ആത്മവിവശത. ആത്മാവ് ഇബ്താഹിൻ്റെ മേൽ ശക്തിയോടെ വന്നപ്പോൾ ഇബ്താഹിന് ജയം കിട്ടി, വിക്ടറി കിട്ടി, ജയം കിട്ടി. ശത്രു നിരയുടെ മേൽ ജയം കിട്ടി. ആത്മാവ് ശക്തിയോടെ വന്നാൽ നമ്മെ എതിർക്കുന്ന ദുഷ്ട പൈശാചികൻ്റെ മേൽ നമുക്ക് ജയം കിട്ടും. നമ്മുടെ ബുദ്ധി കൊണ്ട് പിശാചിനെ ജയിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ ശരീരത്തിൻ്റെ ബലം കൊണ്ടോ കരുത്ത് കൊണ്ടോ പിശാചിനെ ജയിക്കാൻ സാധിക്കുകയില്ല. നമ്മുടെ അറിവ് കൊണ്ടോ ജ്ഞാനം കൊണ്ടോ പിശാചിനെ ജയിക്കാൻ സാധിക്കുകയില്ല. പിശാചിനെ ജയിക്കാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. സാത്താൻ്റെ തന്ത്രങ്ങളെ അറിയാൻ സാധിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. പൈശാചികൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞ് അതിനെ എതിർക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. വിക്ടറി ലഭിച്ചു. ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ ഇബ്താഹിന് വിക്ടറി ലഭിച്ചു, ജയം ലഭിച്ചു, വിക്ടറി. ശിംശോൻ്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നു. ശിംശോൻ്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ ശിംശോന് സ്വാതന്ത്ര്യം ലഭിച്ചു. ശരീരത്തിലെ കെട്ടുകളെല്ലാം കരിഞ്ഞുപോയി. ശരീരത്തിലുണ്ടായിരുന്ന കെട്ടുകളെല്ലാം കരിഞ്ഞുപോയി. ശരീരത്തിൽ ബന്ധനം ഉണ്ടായിരുന്നു, എന്നാൽ ആ ബന്ധനങ്ങളെല്ലാം ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ എല്ലാം കരിഞ്ഞുപോയി. ലിബർട്ടി, സ്വാതന്ത്ര്യം. ഒന്ന്, വിക്ടറി, ആത്മാവ് ശക്തിയോടെ വരുമ്പോൾ ജയം. രണ്ട്, ലിബർട്ടി, ആത്മാവ് ശക്തിയോടെ വരുമ്പോൾ സ്വാതന്ത്ര്യം. മൂന്ന്, ദാവീദിൻ്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നു. ദാവീദിൻ്റെ മേൽ ആത്മാവ് ശക്തിയോടെ വന്നപ്പോൾ ലഭിച്ചത് എന്താണെന്നോ? സ്തുതി. സ്തുതി ലഭിച്ചു. വർഷിപ്പ്, ആരാധന ലഭിച്ചു. ഗ്ലോറി, ദൈവമഹത്വത്തിൻ്റെ സ്തുതി ലഭിച്ചു. ആരാധന, വർഷിപ്പ്, ഗ്ലോറി, ദൈവത്തിൻ്റെ മഹത്വം. ദൈവത്തിൻ്റെ മഹത്വത്തിൽ ചേർന്ന് ലയിച്ചുള്ള സ്തുതി ലഭിച്ചു. സ്വന്തം ഭാര്യ പോലും അങ്ങ് മാളികപ്പുറത്ത് കിളിവാതിൽ കൂടി നോക്കി ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നത് കണ്ട്, സ്തുതിക്കുന്നത് കണ്ട് അവൾക്ക് പരിഹാസം തോന്നി. ഭാര്യയ്ക്ക് പോലും ഈ സ്തുതി ഇഷ്ടപ്പെട്ടില്ല. ശരിയായ ആത്മാവിൻ്റെ സ്തുതി ജഡ സ്വഭാവത്തോട് നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെടുകയില്ല. ആത്മാവിൻ്റെ സ്തുതിയും ഹാലലിയായും ഒന്നും ചിലർക്ക് ഇഷ്ടപ്പെടുകയില്ല. സ്തുതിക്കുക, സ്തോത്രം ചെയ്യുക, ഹാലലിയ എന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്നതായ ആരാധന ഉയരുക, പലർക്കും അതൊരു അരോചകാനുഭവമായിരിക്കും. അരോചകം, രുചിക്കാത്തതായിരിക്കും, പലർക്കും ഇഷ്ടപ്പെടുകയില്ല. സ്തുതിയെ ചിലർ ആക്ഷേപിക്കും, ചിലർ പരിഹസിക്കും, ചിലർ ഹാസ്യമായി അനുകരിക്കും. എല്ലാം ദോഷമാണ്, തെറ്റാണ്, ഒരിക്കലും വരരുത്. കാരണം ആത്മാവിൻ്റെ സ്തുതിയെ പരിഹസിച്ചാൽ കടുത്ത ശിക്ഷ ഏൽക്കേണ്ടി വരും, കനത്ത ശിക്ഷ ഏൽക്കേണ്ടി വരും. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാമെന്ന് ഞാനതിലേക്ക് ഇപ്പോൾ കിടക്കുന്നില്ല. ദാവീദ് രാജാവ് ആത്മാവിൽ സ്തുതിച്ചു. മീഖൾ ഭാര്യ ശൗൽ രാജാവിൻ്റെ മകളാണ്. കൊട്ടാരത്തിൽ പിറന്ന് ഉയർന്ന ജീവിത നിലവാരത്തിൽ കഴിഞ്ഞ ആ പെൺകുട്ടി അവൾ സ്വന്തം ഭർത്താവിൻ്റെ സ്തുതിയെ പരിഹസിച്ചു. സ്വന്തം ഭർത്താവിൻ്റെ സ്തുതിയെ കളിയാക്കി. അവളുടെ ഉള്ളിൽ, പുറമേ ഒന്നും പറഞ്ഞില്ല, ഉള്ളിൽ സംഭവിച്ചെന്താണെന്നോ? അവൾ ജീവപര്യന്തം മച്ചിയായി തീർന്നു. മക്കളുണ്ടായില്ല. ജീവപര്യന്തം മക്കളുണ്ടായില്ല. നോക്കൂ, എത്ര കനത്ത ശിക്ഷയാണ് അവൾ ഏൽക്കേണ്ടി വന്നത്. എന്ത് കൊടിയ ആപത്താണ് അവൾ വരുത്തി വെച്ചത്. ആത്മാവിൻ്റെ സ്തുതിയെ അവൾ പരിഹസിച്ചു. പക്ഷേ ആത്മാവ് ശക്തിയോടെ ദാവീദിൻ്റെ മേൽ വന്നപ്പോൾ ദാവീദ് രാജാവാണ്. ദാവീദ് സ്തുതിക്കാൻ തുടങ്ങി. ആത്മാവിൽ സ്തുതി. ആ സ്തുതിയുടെ കീർത്തനങ്ങളാണ് സങ്കീർത്തനങ്ങൾ. സ്തുതിയുടെ കീർത്തനങ്ങൾ, സ്തുതിയുടെ സ്തോത്ര ഗീതങ്ങൾ, അതാണ് ഈ സങ്കീർത്തനങ്ങളെല്ലാം തന്നെ. നമ്മുടെ ജീവിതത്തിൽ ആത്മാവ് ശക്തിയോടെ വരുമ്പോൾ നാം മനഃപൂർവ്വമല്ലാതെ തന്നെ നമ്മുടെ സ്തുതി ഹൃദയത്തിൽ നിന്ന് വരും. നമ്മുടെ ഉദരത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് സ്തുതി ഉയർന്നു വരും.
ഉദരത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന സ്തുതി ശബ്ദമായി പുറത്തേക്ക് വരും. സ്തുതിയും സ്തോത്രവും, സ്തുതിയും ഹല്ലേലൂയയും. അത് നമ്മിൽ തന്നെ ഉറന്നു വരുന്നതിന് കാരണം പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരണം. വർഷിപ്പ്, ആരാധന. ഒന്ന്, ആത്മാവ് ശക്തിയോടെ വരുമ്പോൾ ഇബ്താഹിന് ലഭിച്ചതുപോലെ വിക്ടറി, വിജയം ലഭിക്കുന്നു, ശത്രുവിൻ്റെ ജയം കിട്ടുന്നു. 2, ആത്മാവ് ശക്തിയോടെ വരുമ്പോൾ ശിംശോന് ലഭിച്ചതുപോലെ സ്വാതന്ത്ര്യം കിട്ടുന്നു, ബന്ധനങ്ങൾ കത്തിക്കരിഞ്ഞു പോകുന്നു. 3, ആത്മാവ് ശക്തിയോടെ വരുമ്പോൾ ദാവീദിന് ലഭിച്ചതുപോലെ സ്തുതി ലഭിക്കുന്നു. 4-ാമത്തേത് നമുക്ക് വായിക്കാം. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം, 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും യഹൂദ മൂപ്പന്മാർ എൻ്റെ മുമ്പിൽ ഇരിക്കുകയും ചെയ്തപ്പോൾ അവിടെ യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയായ കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വന്നു. ഈ 6-ാം മാസം, 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി എന്നുള്ളത് അത് അന്നത്തെ രീതിയിലുള്ള യഹൂദന്മാരുടെ ഇബ്രായ കണക്കനുസരിച്ചുള്ളതായ ആണ്ട് മാസം തീയതിയാണ്. എന്നാൽ അത് ഇന്നത്തെ നമ്മുടെ സമ്പ്രദായത്തിലുള്ള കലണ്ടർ നോക്കുമ്പോൾ BC 592 സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ്. BC 592, യേശുക്രിസ്തു ജനിക്കുന്നതിന് 592 വർഷം, ഏതാണ്ട് 600ഓളം വർഷം മുൻപ്. BC 592 സെപ്റ്റംബർ മാസം 17-ാം തീയതി അന്ന് ഞാൻ വീട്ടിലിരിക്കുകയും, യെഹെസ്കേൽ പ്രവാചകൻ വീട്ടിലിരിക്കുകയായിരുന്നു. പ്രവാചകൻ ഒരു പുരോഹിതനും കൂടിയായിരുന്നു കേട്ടോ. യെഹെസ്കേൽ പ്രവാചകനാണ്, യെഹെസ്കേൽ പുരോഹിതനുമാണ്. മേജർ പ്രവാചകന്മാരെന്ന് പറയുന്ന, വലിയ പ്രവാചകന്മാരെന്ന് പറയുന്ന കൂട്ടത്തിൽ ഒരാളാണ് യെഹെസ്കേൽ പ്രവാചകൻ. യെശയ്യാവ്, യിരെമ്യാവ്, യെഹെസ്കേൽ, വലിയ പ്രവാചകന്മാർ. ഈ യെഹെസ്കേൽ പ്രവാചകൻ പുരോഹിതനുമായിരുന്നു, വീട്ടിലിരിക്കുകയാണ്. ഒട്ടും പ്രതീക്ഷയോടെയല്ല ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹമറിയാം, ദൈവത്തിൻ്റെ വേലയ്ക്കായിട്ട് സമർപ്പിച്ചിട്ടുണ്ട്, ദൈവത്തിൻ്റെ പ്രവാചക ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ദൈവത്തിൻ്റെ പുരോഹിത ശുശ്രൂഷയും ചെയ്യുന്നുണ്ട്, ദൈവവേല ചെയ്യുന്ന ഒരാളാണ്, വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ യഹൂദ മൂപ്പന്മാർ എൻ്റെ മുമ്പിലിരിക്കുന്നു. യഹൂദ മൂപ്പന്മാർ, യഹൂദന്മാരുടെ കശീശന്മാർ, യഹൂദന്മാരുടെ പുരോഹിതന്മാർ, മൂപ്പന്മാർ, കശീശന്മാർ, പുരോഹിതന്മാർ. യഹോവയുടെ പുരോഹിതന്മാർ എൻ്റെ മുമ്പിലിരിക്കുകയും ചെയ്യുന്നു, യഹൂദ മൂപ്പന്മാർ. അപ്പോൾ അങ്ങനെ അവരെല്ലാവരും ചേർന്നിരിക്കുന്ന സമയത്ത് ഈ യെഹെസ്കേലിൻ്റെ മേൽ യഹോവയുടെ കൈ വന്നു. എല്ലാവരും ചേർന്നിരിക്കുകയാണ്, പക്ഷേ ഒരാളുടെ മേൽ ദൈവത്തിൻ്റെ കൈ വന്നു. ദൈവത്തിൻ്റെ കൈ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ കൈ വന്നു ഒരാളുടെ മേൽ. യെഹെസ്കേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൈ വന്നു, ദൈവത്തിൻ്റെ ആത്മാവ് വന്നു. അടുത്ത് നാം കാണുന്നത് എന്താണ്? ഇത് യെഹെസ്കേൽ ചില ദർശനങ്ങൾ കാണുകയാണ്, ചില ദർശനങ്ങൾ. യെഹെസ്കേലിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് മുകളിലോട്ടങ്ങ് പോയിരിക്കുകയാണ്. എടുത്തുകൊണ്ട് മുകളിലോട്ട് പോയിട്ട് ചില ദർശനങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. ശരീരം ഇവിടെ തന്നെ ഇരിക്കുന്നു, ശരീരം വീട്ടിലിരിക്കുന്നു, പക്ഷേ യെഹെസ്കേലിനെ ദൈവാത്മാവ് എടുത്തുകൊണ്ട് മുകളിലോട്ട് പോയിട്ട് ചില അപൂർവ ദർശനങ്ങൾ കാണിച്ചു കൊടുക്കുന്നു. ദർശനങ്ങളെല്ലാം യെരൂശലേം ദേവാലയത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ്. യെരൂശലേം ദേവാലയത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ. ആരാധനാ സ്ഥലമായിരിക്കുന്ന യെരൂശലേം ദേവാലയം ഇന്നതിൻ്റെ ആന്തരികമായ സ്ഥിതി എന്താണ് എന്ന് യെഹെസ്കേൽ പുരോഹിതന് ദൈവം കാണിച്ചു കൊടുത്തു. ഈ ദേവാലയം ആരാധന സ്ഥലമാണ്, അവിടെ ആരാധന നടക്കുന്നുണ്ട്, അവിടെ പുരോഹിതന്മാരുണ്ട്, അവിടെ മഹാപുരോഹിതന്മാരുണ്ട്. പക്ഷേ യെഹെസ്കേൽ പുരോഹിതന് ദൈവം കാണിച്ചു കൊടുത്തത് പ്രധാനമായും 4 ദർശനങ്ങളാണ്. 4 ദർശനങ്ങൾ. അത് പുറമേ ആരും കാണുന്നതല്ല, പ്രവാചകന് ദൈവാത്മാവ് കാണിച്ചു കൊടുത്ത ദർശനങ്ങളാണ്. പുറമേ ആർക്കും കാണാൻ സാധിക്കുകയുമില്ല. ആ യെരൂശലേം ദേവാലയത്തിൻ്റെ അകത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരികമായ അവസ്ഥ ഏറ്റവും ഭയാനകമായി തീർന്നിരിക്കുന്നു. വിഗ്രഹാരാധന നടക്കുന്നു. യഹൂദന്മാർ പൊതുവേ ഏകദൈവ വിശ്വാസികളാണ്, വിഗ്രഹാരാധികളല്ല. പക്ഷേ ആ യഹൂദന്മാരെല്ലാവരും വിഗ്രഹാരാധികളാണ് എന്നുള്ള പരമസത്യം യെഹെസ്കേലിന് വെളിപ്പെട്ട് കിട്ടി. അയ്യോ, ഈ ജനത്തിന് വരാൻ പോകുന്ന ശിക്ഷ എന്താണ്? യെഹെസ്കേൽ അതാണ് കാണുന്നത്. അവിടെ വിഗ്രഹാരാധന, തമ്മൂസ് ദേവനെ ആരാധിക്കുന്ന വിഗ്രഹാരാധന, അസ്തോരത് ദേവി ആരാധിക്കുന്ന വിഗ്രഹാരാധന, അശേരാ പ്രതിഷ്ഠകളെ ആരാധിക്കുന്ന വിഗ്രഹാരാധന,
പലതരം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവരുടെ വിഗ്രഹാരാധനയെല്ലാം പ്രവാചകന് ദൈവം കാണിച്ചു കൊടുത്തു. അവിടുത്തെ പുരോഹിതന്മാരുടെ അവസ്ഥയും കാണിച്ചു കൊടുത്തു. പുരോഹിതന്മാർ അകത്തിരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം യെഹെസ്കേൽ കണ്ടപ്പോൾ യെഹെസ്കേൽ അമ്പരന്ന് പോയി. ദർശനം കണ്ടപ്പോഴാണ് യെഹെസ്കേലിനത് മനസ്സിലാകുന്നത്. അറിഞ്ഞിരുന്നില്ല, ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഈ യഹൂദ സഭയിലെ പുരോഹിതന്മാരുടെ അവസ്ഥ, അവിടെ ദേവാലയങ്ങളുടെ അവസ്ഥ എത്ര ഭയാനകമെന്ന് യെഹെസ്കേലിന് വെളിപ്പെട്ട് കിട്ടുകയാണ്. ദൈവത്തിന് സ്തോത്രം. തുടർന്ന് വായിച്ചോളൂ 2-ാം വാക്യം മുതൽ. അപ്പോൾ ഞാൻ മനുഷ്യ സാദൃശ്യത്തിൽ ഒരു രൂപം കണ്ടു. അവൻ്റെ അര മുതൽ കീഴോട്ട് തീ പോലെയും അര മുതൽ മേലോട്ട് ശുക്ലസ്വർണത്തിൻ്റെ പ്രഭ പോലെയുമായിരുന്നു. അവൻ കൈ പോലെ ഒന്ന് നീട്ടി എന്നെ തലമുടിക്കെ പിടിച്ചു. ഒരു മാലാഖ പോലെ, ഒരു മാലാഖ, യെഹെസ്കേലിന് അതേ മനസ്സിലാകുന്നുള്ളൂ. ഒരു പുരുഷൻ വന്ന് കൈ നീട്ടി എൻ്റെ തലമുടിക്ക് പിടിച്ചു. ആത്മാവ് എന്നെ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ ഉയർത്തി. ആത്മാവ് എന്നെ ഉയർത്തി, ഭൂമിയുടെയും ആകാശത്തിൻ്റെയും മധ്യേ ഉയർത്തി. ദിവ്യ ദർശനങ്ങളിൽ യെരുശലേമിൽ വടക്കോട്ടുള്ള അകത്തെ വാതിൽക്കൽ കൊണ്ടുചെന്നു. ദിവ്യ ദർശനങ്ങൾ കാണിച്ചു തന്നു. എന്നെ അകത്തോട്ടുള്ള വാതിൽക്കൽ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ദിവ്യ ദർശനങ്ങൾ. പ്രിയപ്പെട്ടവരെ, തുടർന്നും കാണുമ്പോൾ യെഹെസ്കേൽ പ്രവാചകനുണ്ടായ ദർശനങ്ങളെക്കുറിച്ചാണ് കാണുന്നത്. ഓർക്കുക, നാമും ആ ഉൾക്കാഴ്ചകളുള്ളവരായി തീരും. എല്ലാവരും അതുകൊണ്ട് ആത്മീയരായവരെല്ലാവരും ദർശനങ്ങൾ കാണുമെന്നല്ല പറഞ്ഞത്. സ്വപ്നങ്ങൾ കാണുമെന്നോ ദർശനങ്ങൾ കാണുമെന്നോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ എന്തെങ്കിലും അർത്ഥമുണ്ടെന്നോ ഒന്നും അല്ല പറഞ്ഞത്. സ്വപ്നങ്ങൾ പക്ഷേ കണ്ടുവന്ന് വരും, അതൊന്നും ആത്മീയമാകണമെന്നില്ല. ഏതെങ്കിലും മായക്കാഴ്ചകൾ പോലെ കണ്ടുവന്ന് വരും, അത് ആത്മീയമാകണമെന്നില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് തരുന്ന ദർശനങ്ങൾ പാവബോധം തരുന്നതാണ്. അതാണ്, പാവബോധം തരുന്നതാണ്. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദർശനം തരുന്നെങ്കിൽ നമുക്ക് പാവബോധം തരും, കുറ്റബോധം തരും. നമ്മുടെ ഉള്ളത്തിൽ അയ്യോ തെറ്റുപറ്റിപ്പോയല്ലോ, നമ്മുടെ ഹൃദയം തകരും. എൻ്റെ ദൈവമേ, ഞാൻ വിചാരിച്ചതുപോലല്ലോ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ, ഉള്ളം തകരും. ഞാൻ ധരിച്ചതുപോലല്ലോ എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ. ഇന്നത്തെ സ്ഥിതി ഞാൻ കടന്നുപോയാൽ ഞാൻ ദൈവരാജ്യത്തിൽ എത്തുകയില്ലല്ലോ. ആത്മീയമായ കാഴ്ചപ്പാടതാണ്. അതാണ് സാക്ഷാത്തായ ദർശനം. എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് ദൈവത്തോടു കൂടെ അല്ല, ദൈവം പ്രസാദിക്കുന്നതല്ല. ദൈവം നോക്കുമ്പോൾ, ഹൃദയങ്ങൾ കാണും ദൈവം നോക്കുമ്പോൾ, ഹൃദയങ്ങളെ തൂക്കി നോക്കും ദൈവം നോക്കുമ്പോൾ എൻ്റെ അവസ്ഥ വളരെ ഭയാനകമാണ്, ഏറ്റവും ദയനീയമാണ്. ഇന്ന് ഞാൻ മരിച്ചാൽ ഞാൻ ദൈവരാജ്യത്തിൽ എത്തുകയില്ല. ഇത് വ്യക്തമായി മനസ്സിലാകത്തക്കവണ്ണം നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ ദൈവം വരച്ച് കാണിച്ചു തരുന്നു. യെഹെസ്കേലിന് യഹൂദ സഭയുടെ ആ ദയനീയമായ, ശോചനീയമായ, പോരാ ഭയങ്കരമായ അവസ്ഥയാണ് ദൈവം കാണിച്ചു കൊടുത്തത്. ഇന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ആത്മീയമായ കാഴ്ചപ്പാട് ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കാണും. നിങ്ങളെ തന്നെ നിങ്ങൾ കാണും. അയ്യോ, ഞാൻ എത്ര പാവിയായ മനുഷ്യൻ, ഞാൻ ധരിച്ചതുപോലെയല്ലോ, എന്തെല്ലാം വൈകൃതങ്ങളാണ് എൻ്റെ അകത്തുള്ളത്, ഏതെല്ലാം അശുദ്ധ വികാരങ്ങളാണ് എനിക്കുള്ളത്, ഏതെല്ലാം മലിന മോഹങ്ങളാണ് എൻ്റെ അകത്ത് ഒതുങ്ങിയിരിക്കുന്നത്, എത്ര പ്രാകൃതനായ മനുഷ്യനാണ് ഞാൻ. ഞാൻ പുറമെ മനുഷ്യരുടെ മുമ്പിൽ നല്ലവനായി കാണിക്കുമ്പോൾ പോലും എൻ്റെ ഹൃദയം എത്ര പ്രാകൃതമാണ്, എത്ര വൈകൃതം കൊണ്ടതാണ്, എത്ര വികൃതമായ വികലമായ രൂപമാണ് എനിക്കുള്ളത്. ദൈവമേ, നിൻ്റെ തിരുമുമ്പാകെ ഞാൻ യോഗ്യനല്ലല്ലോ. യേശുവേ എന്ന് വിളിക്കാൻ പോലും എനിക്ക് അർഹതയില്ലല്ലോ. യേശുവേ, നിൻ്റെ വചനം നാവിലെടുക്കാൻ എനിക്ക് യോഗ്യതയില്ലല്ലോ. യേശുവേ, നിൻ്റെ വചനം ഈ അശുദ്ധമായ നാവിലെടുക്കാൻ എനിക്ക് യോഗ്യതയില്ലല്ലോ. ഈ നാവ് എന്തെല്ലാം പറഞ്ഞ നാവാണ്, ആരുടെയെല്ലാം കുറ്റം പറഞ്ഞ നാവാണ്. ഈ നാവ് എന്തെല്ലാം ദോഷം പറഞ്ഞ നാവാണ്. ഈ നാവ് എന്തെല്ലാം അഹങ്കാരം പറഞ്ഞ നാവാണ്. ഈ നാവ് അഹന്തയോടെ തന്നെ പുകഴ്ത്തുകയും ഉയർത്തുകയും ചെയ്ത നാവാണ്. ഈ നാവ് ദുരഭിമാനം കൊണ്ട് വാക്കുകൾ പറഞ്ഞ നാവല്ലേ കർത്താവേ? ഈ നാവ് നുണ പറഞ്ഞ നാവല്ലേ? എൻ്റെ നാവിൽ തന്നെ എത്രയെത്ര പാവങ്ങൾ. എൻ്റെ ഈ കണ്ണ്, എൻ്റെ കർത്താവേ, ഏതെല്ലാം കാഴ്ചകൾ കാണാൻ ആഗ്രഹിച്ച കണ്ണാണ്. ഈ കണ്ണ് ഏതെല്ലാം കാഴ്ചകൾക്ക് വേണ്ടി പരിധി ചെയ്ത കണ്ണുകളാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ഈ കണ്ണ് അശുദ്ധ പടങ്ങൾ കണ്ടുപോയിട്ടുണ്ടോ? ഓർക്കുക പ്രിയപ്പെട്ടവരെ, ചിന്തിക്കൂ. ഓരോ അവയവം പ്രതി നമുക്ക് നമ്മുടെ പാവങ്ങൾ ബോധം വരും, പാവബോധം കിട്ടുന്നു. പാവബോധം കിട്ടുമ്പോൾ അപ്പോഴാണ് നാം തകരുന്നത്. അപ്പോൾ തകർന്ന് നാം കരയുമ്പോൾ അപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മുടെ മേൽ വരുന്നത്. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മെ കഴുകുന്നത്. യേശുക്രിസ്തു തിരുരക്തം നമ്മെ കഴുകും. പാവബോധം കിട്ടി പാപത്തെ ഓർത്ത് കരയുന്ന മനുഷ്യന് കർത്താവ് ആത്മാവിൽ ഞരക്കം തരും.
പാവബോധം കിട്ടി അയ്യോ എൻ്റെ അവസ്ഥ ഭയാനകമാണല്ലോ എന്നോർത്ത് വിനയപ്പെട്ട് കരയുന്ന ഒരാൾക്ക് കർത്താവ് പാവമോചനം തരും. ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം പാവമോചനം എന്നുള്ളതാണ് താനും. പാവമോചനം എൻ്റെ സഹോദരങ്ങളെ, അത് നിങ്ങളൊന്ന് അനുഭവിക്കുകയാണെങ്കിൽ, എൻ്റെ എല്ലാ പാവവും കർത്താവ് ക്ഷമിച്ചു എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ എന്തൊരു സന്തോഷമാണെന്നോ, എന്തൊരു ലഹരിയാണെന്നോ. പിന്നെ നമുക്കൊന്നും പേടിയില്ല, ആരെയും പേടിയില്ല, ഒന്നിനെയും പേടിയില്ല. എൻ്റെ എണ്ണിയാൽ തീരാത്ത പാവങ്ങൾ എൻ്റെ കർത്താവ് ക്ഷമിച്ചു തന്നു. യേശുക്രിസ്തുവിൻ്റെ തിരുവിലാവിൽ വഴി രക്തത്താൽ എനിക്ക് കർത്താവ് കഴുകൽ തന്നു. യേശുക്രിസ്തുവിനെ വിശുദ്ധീകരിച്ചു. ഞാൻ യേശുവിൻ്റെ വകയാണ്, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. എൻ്റെ കാര്യം നടത്താൻ എനിക്കൊരാളുണ്ട്, എൻ്റെ കർത്താവായ യേശുക്രിസ്തു. എനിക്കൊരപ്പനുണ്ട്, സ്വർഗത്തിൽ എനിക്കൊരപ്പനുണ്ട്. എനിക്കൊരു നാഥനുണ്ട്, എൻ്റെ യേശു എൻ്റെ നാഥൻ, എൻ്റെ നായകൻ. യേശു എൻ്റെ ഉടയവൻ, യേശു എൻ്റെ ഉടമസ്ഥൻ. യേശു എൻ്റെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ അല്ല, ഞാൻ യേശുവിൻ്റേതാണ്. എന്തൊരു ഉറപ്പാണെന്നോ, എന്തൊരു ധൈര്യമാണെന്നോ. അവിടെ ഒരുപക്ഷെ രോഗം വന്നാലും പേടിയില്ല, ആപത്ത് വന്നാലും ഭയമില്ല, അനർത്ഥങ്ങൾ വന്നാലും ഭയമില്ല, പ്രാതികൂല്യങ്ങൾ വരുമ്പോഴും ഭയമില്ല. അപ്പോഴൊന്നും ആട്ടമില്ല, ചാഞ്ചാട്ടമില്ല. മനഃചാഞ്ചല്യം കൂടാതെ അതിനെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കും. എപ്പോൾ യേശുക്രിസ്തു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ്. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ഈ പാവമോചനത്തിൻ്റെ സൗഖ്യം അനുഭവിക്കണം. പാവബോധം ഉണ്ടാകണം, പാവമോചനം ലഭിക്കണം. പാവബോധം ഉണ്ടാകുമ്പോൾ പാവമോചനം ലഭിക്കും. പാവബോധം ഉണ്ടാകുമ്പോൾ കരയും, അനുദപിക്കും. അപ്പോൾ പാവത്തിൻ്റെ മോചനം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു പാവബോധം കിട്ടുന്നുണ്ടോ? എൻ്റെ ഹൃദയം എത്ര അഴുക്കാണ് കർത്താവേ, എത്ര സ്വാർത്ഥതയുള്ളതാണ് എൻ്റെ കർത്താവേ. എൻ്റെ ഹൃദയത്തിൽ എന്തെല്ലാം അശുദ്ധമായ മോഹങ്ങളാണുള്ളത്. പുറത്താരെങ്കിലും അറിഞ്ഞാൽ എൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്തത് അത്രമാത്രം മ്ലേച്ഛമായ ഒരു ഹൃദയമല്ലേ എനിക്കുള്ളത്. ഇങ്ങനെയെല്ലാം നാം നമ്മെ തന്നെ കാണുമ്പോഴാണ് നമ്മുടെ ഹൃദയം തകർന്ന് പൊടിയുന്നത്. അപ്പോഴാണ് തകർന്നു നുറിയുന്നതായ ഹൃദയത്തെ ദൈവം ഇനി നിരസിക്കുകയില്ല. തകർന്നു നുറിയുന്നതായ ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. പാവബോധം എപ്പോഴും, ആ എളിമ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ ആരെക്കാളും കേവനല്ല, ഒരു ബോധ്യം ഉണ്ടായിരിക്കും. മറ്റുള്ളവർ എന്നേക്കാൾ ശ്രേഷ്ഠരാണ്, ഒരു ബോധ്യം നമുക്കുണ്ടായിരിക്കും. അപ്പോൾ മറ്റുള്ളവരെ നാം ആദരിക്കാൻ തുടങ്ങും, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ തുടങ്ങും. തന്നെയുമല്ല, ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ എത്രയോ നിസ്സാരനാണെന്നുള്ള എളിമ ഹൃദയത്തിൽ വരും. അപ്പോൾ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഞാൻ യാചിക്കും. കർത്താവേ, നീ എനിക്ക് പാവം ക്ഷമിച്ചു തരണമേ, നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. സ്തോത്രം. ഈ ഒരു പ്രാർത്ഥന ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നീ പ്രാർത്ഥന ഉയരട്ടെ. കർത്താവേ, നിൻ്റെ തിരുവിലാവിൽ വഴിയ തിരുരക്തത്താൽ ഇപ്പോൾ നാഥ നീ എന്നെ കഴുകണമേ. ദൈവത്തിന് സ്തോത്രം. ദൈവരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്ക്, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഈ മക്കളെ അവിടെ തുടരണമേ കർത്താവേ. കുറ്റബോധം നൽകണമേ കർത്താവേ. പാവബോധത്തോടെ കരയുവാനുള്ള കവ നൽകണമേ കർത്താവേ. നാഥ, നിൻ്റെ മഹത്വമേറിയ തേജസ്സിൻ്റെ അനുഭവം പ്രാപിപ്പാൻ തക്കണമേ മക്കളെല്ലാവരെയും ഒരുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. പ്രൊഫസർ MY യോഹന്നാൻ പവർ വിഷൻ TV-യിൽ പ്രസംഗിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 5:30, ഉച്ചയ്ക്ക് 1:30, രാത്രി 8:30. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം: പ്രൊഫസർ MY യോഹന്നാൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 682311. ഫോൺ 9142303096.